എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഡിസംബർ മാസത്തിൻ്റെ പകുതി നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. 2 ആഴ്ച കഷ്ടിയില്ലേ ഇനി നമ്മുടെ മുമ്പിലല്ലേ? അതുപോലെ നമ്മൾ പുതിയ വർഷത്തോട് വളരെ വേഗത്തിൽ അടുക്കുകയാണ്. എന്നാൽ ഈ വർഷം എന്തൊക്കെയോ വൈകിപ്പോയെന്ന് ഭാരപ്പെടുന്നവരില്ലേ? ഞങ്ങൾ ആഗ്രഹിച്ച പലതും കണ്ടില്ല, ഞങ്ങൾ സ്വപ്നം കണ്ട പലതും ഞങ്ങൾക്ക് നിവൃത്തീകരിക്കപ്പെടാൻ അത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഭാരപ്പെടണ്ട. കർത്താവ് വേഗത കൂട്ടാൻ കഴിവുള്ളവനാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അഹരോന്റെ പേരെഴുതിയ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ക്കാൻ കർത്താവിന് 12 മണിക്കൂർ മതിയായിരുന്നു. ഒരു മരക്കമ്പ് കുഴിച്ചിട്ട് അത് മുളച്ച് ഫലം കായ്ക്കാൻ ഒരു 5-6 വർഷം എടുക്കൂലേ? എന്നാൽ ഈ 5-6 വർഷത്തെ സമയത്തെ 12 മണിക്കൂറാക്കി ചുരുക്കാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ കർത്താവാണ്. ഒരു ഡിവൈൻ ആക്സിലറേഷൻ തരാൻ ദൈവത്തിന് കഴിയും. അതായത് ഈ വർഷം ഇന്ന് വരെ കാണാത്തത് ഈ അടുത്ത കഷ്ടിച്ചുള്ള ഈ 1.5 ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ചെയ്യാൻ നമ്മുടെ കർത്താവിന് കഴിയും. സമയങ്ങളെയും കാലങ്ങളെയും നിർമ്മിച്ചത് കർത്താവാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട. ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ആയുസ്സിനെ കൂട്ടിത്തന്ന് നമ്മൾ അനുഭവിക്കേണ്ട നന്മ അനുഭവിക്കാൻ കൃപ തരുന്നതും കർത്താവാണ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ഒരു പൂർണ്ണ പ്രതിഫലമുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവൻ ആരുമില്ലെന്ന്. എന്തെങ്കിലും സുവിശേഷ നിമിത്തം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? ബന്ധങ്ങൾ, സ്വത്ത്, മാന്യത എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട്, കർത്താവിൻ്റെ പൈതലായി തീർന്നു എന്നൊരൊറ്റ കാരണത്താൽ ഈ ഭൂമിയിൽ 100 മടങ്ങ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അതിൻ്റെ 100 മടങ്ങ് തരുമെന്ന് കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെടുക. ദൈവം സമയങ്ങളെ ഉണ്ടാക്കി തരും, കാലങ്ങളെ ഉണ്ടാക്കി തരും. ഒത്തിരി പേർക്ക് 25 വയസ്സിൽ അറ്റാക്ക് വന്നിരിക്കുന്നവരില്ലേ? അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞ് ദൈവം നമുക്കൊരു നന്മ തന്നാൽ അത് അനുഭവിക്കാൻ ആയുസ്സും കൂടി ദൈവം തരില്ലേ? അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട. കർത്താവിൻ്റെ കൈകളിലോട്ട് ഭദ്രമായിട്ട് ഏൽപ്പിച്ചാൽ മതി. കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലേക്ക് വരാം. പൗലോസിന്റെ ചരിത്രം നടക്കുകയാണ്. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ വന്നു. അതാണ് 18-ന്റെ 1. അപ്പോസ്തല പ്രവൃത്തി 18-ലോട്ട് കയറുകയാണ്. അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗദോസ് കൽപ്പിച്ചതുകൊണ്ട് ഇത്തല്യയിൽ നിന്ന് ആ ഇടക്ക് വന്നവനായി പൊന്തോസ്കാരൻ അക്വിലാസ് എന്നു പേരുള്ള യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. പൗലോസിന്റെ ജീവിതയാത്രയിൽ ആരെയും നേരത്തെ പരിചയമുള്ളവരല്ല, ആ സമയത്ത് കണ്ടുമുട്ടുന്നവരാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മോട് കണക്ട് ചെയ്യാനുള്ളവരെ കൂടി കർത്താവ് അതത് സമയത്ത് അതത് സ്ഥലങ്ങളിൽ കരുതി വെക്കും. ഇതാ ഇവിടെ നമ്മൾ വായിക്കുന്നു, തൊഴിൽ ഒന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. പൗലോസ് എന്ത് ജോലി ചെയ്യുന്നുവോ ആ ജോലി തന്നെ ചെയ്യുന്ന വേറൊരു വ്യക്തി. അങ്ങനെ 2 വ്യക്തികൾ ഒന്നിച്ചു. പൗലോസ് ആ വീട്ടിൽ പാർക്കുന്നു. അവരും റോമ നഗരം വിട്ടു പോകേണ്ട ഒരു വിഷയം വന്നപ്പോൾ റോമിൽ നിന്ന് വന്നവരാണ്. പൗലോസ് സുവിശേഷ നിമിത്തം കൊരിന്തിൽ വന്നിരിക്കുകയാണ്. ഏതായാലും ഇവർ ഒരുമിച്ച് വരുന്നത് ദൈവം അറിയാതെയല്ല.
ചിലതൊക്കെ നഷ്ടപ്പെടുന്നത്. റോമിൽ വെച്ച് അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും ജോലി നഷ്ടപ്പെട്ട് കാണും, നന്മകൾ നഷ്ടപ്പെട്ട് കാണും, പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് കാണും. എന്നാൽ അവർ കൊരിന്തിൽ വന്നു. പൗലോസും അതേനെ വിട്ട് കൊരിന്തിൽ വന്നു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം ഓരോ വ്യക്തികളെയും ഓരോ സ്ഥലത്ത് കണക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ദിവസത്തെക്കുറിച്ചും നമ്മൾ ഭാരപ്പെടേണ്ട. എല്ലാം കർത്താവ് നിശ്ചയിക്കട്ടെ. നാം എവിടെ പാർക്കണമെന്നും ആരുമായിട്ട് ബന്ധപ്പെടണമെന്നും എല്ലാം കർത്താവാണ് ഉദ്ദേശിക്കുന്നത്. ജനിച്ച കരയിൽ തന്നെ ചാകും വരെ ജീവിച്ച് മരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃദേശത്തെ സ്വന്തം ദേശത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. നിന്നിൽ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ജനിച്ച കരയിൽ തന്നെ ജീവിക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് വേറെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കും. നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലമില്ലേ, അടുക്കളയാണെങ്കിൽ അടുക്കള, നിലത്താണെങ്കിൽ നിലത്ത്, അവിടെ നിന്ന് നമ്മൾ മാറില്ല. എന്തോ നമ്മുടെ മനസ്സും തലച്ചോറും എല്ലാം അതുമായിട്ട് സെറ്റായിപ്പോയി. നമുക്ക് കുറേ ശീലങ്ങളുണ്ട്, പല കാര്യങ്ങളും. ചിലർക്ക് പല്ല് തേക്കണമെങ്കിൽ റോട്ടിൽ നിന്നേ പല്ല് തേച്ചാലേ പല്ല് വെളുക്കൂ. ചിലർക്ക് വീട്ടിൽ ബാത്റൂം ഉണ്ടെങ്കിലും രാത്രി ആരും കാണാതെ വെളിയിലൊന്ന് വിശാല സ്ഥലത്ത് ഒന്നിന് പോകണം, കാറ്റ് കൊണ്ടിട്ട് പോകണമെന്ന്. നല്ലൊരു ഇളം കാറ്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ അങ്ങനെ കാര്യം സാധിപ്പിക്കുമ്പോൾ ഒരു സന്തോഷം. ഇതൊക്കെ ഒരു ശീലമാണ്. ഇതുപോലെ ചില ശീലങ്ങൾ, സ്വന്തം നാട്, സ്വന്തം വീട്, സ്വന്തം വേലിക്കെട്ട്, സ്വന്തം അടുക്കള. എന്നാൽ പൗലോസിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇതൊന്നുമില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ശക്തി ലഭിക്കുമ്പോൾ പല സിസ്റ്റങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോവും. പൗലോസിന് ശക്തി ലഭിച്ചു. അവന് പഴയ അടുക്കളയില്ല, പഴയ ഡൈനിങ് ഏരിയ ഇല്ല. അപ്പൻ അമ്മ ബന്ധങ്ങളിൽ ആ പഴയ സ്ഥലത്ത് പഴയ സോഫയിൽ വലിയ സമ്പന്നനായ യഹൂദൻ്റെ മോനാണ്, വലിയൊരു പരീശൻ്റെ മോനാണ്. ഒത്തിരി സമ്പത്തുണ്ട്, 18 കപ്പലുണ്ടായിരുന്നെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു പൗലോസിൻ്റെ അപ്പന്. ഇതെല്ലാം ചപ്പും ചവറുമായിട്ട് എണ്ണണമെങ്കിൽ അതിനേക്കാൾ നിധി കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദൈവരാജ്യമെന്ന വയൽ വാങ്ങിയ പൗലോസാണിത്. യേശു പറഞ്ഞില്ലേ, തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരു നിധി കണ്ടപ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ്. അപ്പം അതിനേക്കാൾ വലുതായിട്ട് ദൈവരാജ്യം കാണുന്നവർക്ക് മാത്രമേ വില മുടക്കി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ പറ്റൂ. കർത്താവിൽ ആശ്രയിക്കണം. നമ്മൾ ഇന്നായിരിക്കുന്ന ആ ഇടുങ്ങിയ ആ ഗ്രാമത്തിൽ, ആ കൊച്ചു പട്ടണത്തിൽ, ആ ചെറിയ ജോലിക്കകത്ത് അല്ലെങ്കിൽ വലിയ ബിസിനസ്സിനകത്ത് മാത്രം നിങ്ങൾ തീരരുത്. ഇതിനപ്പുറത്ത് ലോകമുണ്ട്. പൗലോസ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഭൂമിയുടെ അറ്റത്തോളം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളോട് പറയാം, 2026 നിങ്ങളെ പലരെയും പല രാജ്യങ്ങളിലേക്ക് അയക്കാൻ പോവുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങൾ പല രാജ്യങ്ങളിൽ കാലുകുത്താൻ പോവുകയാണ്. പാസ്പോർട്ടിൽ സീലുകൾ വന്ന് വീഴാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളുടെ പാസ്പോർട്ട് വേണ്ട രീതിയിൽ സീല് കണ്ടിട്ടില്ല. എന്നാൽ രാജ്യങ്ങൾ അതിനകത്ത് സ്റ്റാമ്പ് ചെയ്യപ്പെടാൻ പോകുന്നു. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. അതിനുള്ള വിസയും അതിനുള്ള വഴികളും അതിനുള്ള ബന്ധങ്ങളും അതിന് പറ്റിയ നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അക്കില്ലായും പ്രിസ്കില്ലയും നിങ്ങൾക്ക് പാർക്കാനുള്ള വീടും എല്ലാം കർത്താവ് ഒരുക്കും. ഇതാ പൗലോസ് കൊരിന്തിൽ വന്നപ്പോൾ പൗലോസിന് വേണ്ടി ഒരു അക്കില്ലായും പ്രിസ്കില്ലയും ദൈവം കരുതി. ഇവർ വചന നിശ്ചയമുള്ളവരാണ്. ചരിത്രം ഇങ്ങനെയും പറയുന്നുണ്ട്, എബ്രായ ലേഖനം എന്ന ശ്രേഷ്ഠ ആ രാജകീയ ലേഖനം എഴുതിയത് അക്കില്ലായും പ്രിസ്കില്ലയും, അല്ലെങ്കിൽ പ്രിസ്കില്ല ഭാര്യ എഴുതിയെന്നാണ് പറയുന്നത്. അത്ര ദൈവവചനത്തിൽ നിശ്ചയവും പരിജ്ഞാനവും ഉള്ളവരായിരുന്നു ഇവർ. അവരുടെ തൊഴിലും ഒന്നാണ്. ഇവരെല്ലാം ഇത്രയും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും അധ്വാനിക്കുകയാണ്. പൗലോസിൽ നിന്നും അക്കില്ലായിൽ നിന്നൊക്കെ പഠിക്കാനുള്ളത്, ഇവരാരും വെറുതെ സുവിശേഷ വേല ചെയ്യുന്നില്ല. അധ്വാനിച്ച്
അവരുടെ കയ്യിലെ പൈസ കൊണ്ട് പൈസ മുടക്കി സുവിശേഷ വേല ചെയ്യുകയാണ്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്, ആടിനെ വളർത്തുന്നവർ ആടിൻ്റെ പാല് കൊണ്ട് ഉപജീവിക്കും എന്നൊക്കെ ന്യായപ്രമാണത്തിൽ തന്നെയുണ്ട്. എന്നാൽ പൗലോസ് പറയാണ്, ഞാൻ അതൊന്നും എടുക്കുന്നില്ല, അതെടുക്കാതെ തന്നെ എനിക്കൊന്ന് സുവിശേഷ വേല ചെയ്യണം, എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ചു. അപ്പോൾ പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയെന്ന് പറയുന്ന വ്യക്തികളെക്കാൾ വളരെ വളരെ ആത്മാക്കളെ നാടുകളെ നേടിയ വ്യക്തിയാണ് ഈ പൗലോസ്. അതുപോലെ തന്നെ ശക്തരായിരുന്നു അക്വിലായും പ്രിസ്കില്ലയും. നല്ല കുടുംബം, കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് ബാക്കി സമയം കർത്താവിനെ ഉയർത്തിയവർ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് തന്നെ കർത്താവിനെ ഉയർത്തുവാൻ. നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ താലന്തുകൾ കൊണ്ട് നമ്മുടെ രക്ഷകനായ കർത്താവിനെ നമുക്ക് ഉയർത്താൻ കഴിയണം. അക്വിലായും പ്രിസ്കില്ലയും ആ ദേശത്ത് കറക്റ്റായിട്ട് വന്നു. അതേ സമയത്ത് പൗലോസ് അവിടെ വന്നു. ഇവരെ തമ്മിൽ ദൈവം കണ്ടുമുട്ടുമാറാക്കി. ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണ്. നമ്മൾ ചിന്തിക്കാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം കണക്ട് ചെയ്യും. എൻ്റെ ജീവിതയാത്രയിൽ ചിലരുമായിട്ട് ബന്ധം പോയി. അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞതുപോലെ ചില ബന്ധങ്ങൾ പോയപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ആ ബന്ധം പോകാൻ പാടില്ലെന്ന് വിചാരിച്ചു. എന്നാൽ ഇന്ന് ഓർക്കുന്നു, ആ ബന്ധം പോയതുകൊണ്ട് അക്വിലായും പ്രിസ്കില്ലയും പോലെയുള്ള നല്ല ബന്ധങ്ങൾ, അതായത് ലോത്ത് വിട്ടുപിരിഞ്ഞപ്പോൾ ലോത്തിനേക്കാൾ ആത്മാസ്നേഹിതനെ പോലെയുള്ള മമ്രെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവിടെ അവർക്ക് ഗുണമായിട്ട് നിന്നു. മമ്രയുടെ തോപ്പിൽ താൻ വന്ന് പാർത്തു എന്ന് വായിക്കുന്നു. മമ്രെ പോലെയുള്ള പരമാർത്ഥികളായ മനുഷ്യരെ ബന്ധങ്ങളായിട്ട് അബ്രഹാമിന് കൊടുത്തു. അതുകൊണ്ട് ലോത്തിനെ രാജാക്കന്മാർ പിടിച്ചുകൊണ്ടു പോയപ്പോൾ മമ്രയൊക്കെ അബ്രഹാമിന് കൂടെ യുദ്ധത്തിന് പോകുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ കാണുന്നത്. ചില ബന്ധങ്ങൾ പോയാലും പേടിക്കേണ്ട, അതിനേക്കാൾ നല്ല ബന്ധങ്ങളെ കർത്താവ് നമുക്ക് തരും. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ മതി. നമുക്ക് പറ്റിയ ബന്ധങ്ങൾ, നമ്മുടെ ഹൃദയപ്രകാരമുള്ള ബന്ധങ്ങൾ, ആത്മീക വളർച്ചയുള്ള ബന്ധങ്ങൾ, നമ്മെ ആത്മീകമായിട്ട് പുഷ്ടിപ്പെടുത്താൻ പറ്റിയ ബന്ധങ്ങൾ, അങ്ങനെയുള്ള ബന്ധങ്ങളെ ദൈവം കണക്ട് ചെയ്യും. കൊരിന്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ബന്ധം ദൈവമായ കർത്താവ് പൗലോസിന് കൊടുത്തു. ഇതുപോലെ ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾക്ക് ഇതുപോലെയുള്ള മനോഹര ബന്ധങ്ങൾ യേശു കർത്താവ് നൽകി തരും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ബന്ധങ്ങൾ. എനിക്ക് അങ്ങനെ കുറേ ബന്ധങ്ങളെ ദൈവം തന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ മീഡിയയിൽ ഇരിക്കുന്നതിൻ്റെ പുറകിൽ എനിക്ക് നല്ല ബന്ധങ്ങൾ തന്നു. പ്രോത്സാഹിപ്പിക്കുന്ന, വിശാല ഹൃദയമുള്ള, കൈത്താങ്ങൾ തരുന്ന നല്ല ബന്ധങ്ങളെ തന്നു. അവരൊക്കെ കൈത്താങ്ങൾ തന്നതുകൊണ്ടും അവരുടെയൊക്കെ പ്രോത്സാഹനവും ടീച്ചിങ്ങും നിർബന്ധവും പ്രാർത്ഥനയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിലിരിക്കുന്നത്. നല്ല ബന്ധങ്ങളെ ദൈവത്തോട് ചോദിക്കണം. ഇന്നുള്ള പല ബന്ധങ്ങളും നമുക്ക് ദോഷം ചെയ്താലും ഭാരപ്പെടണ്ട. അതിനേക്കാൾ നല്ലത് നമുക്കായി കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. യേശു കർത്താവെ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ഒരു സ്ഥലത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ചുവടുവെക്കാൻ അങ്ങ് പറയുമ്പോൾ, വിശ്വാസത്താൽ ചുവടുവെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വരെ ഇല്ലാത്ത നല്ല ബന്ധങ്ങൾ, കണക്ഷനുകൾ, കൂട്ടായ്മകൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്വർഗം അത് ചെയ്തു തരണം. പരിശുദ്ധാത്മാവിൻ്റെ കരം ചലിക്കണം. ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ഞങ്ങളെ നയിക്കണം. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ മൂടണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അവർ പോകുന്നിടത്തെല്ലാം ദൈവകൃപയുള്ള ബന്ധങ്ങൾ, ദൈവിക തീഷ്ണതയുള്ള ബന്ധങ്ങൾ, പ്രാർത്ഥനാ ജീവിതമുള്ള ബന്ധങ്ങൾ, ആത്മീക വർധന വരുത്തുന്ന ബന്ധങ്ങൾ ഇവർക്ക് പോകുന്നിടത്തെല്ലാം ഒരുക്കി കൊടുക്കണം. ഇവരെ അടിച്ചു താഴ്ത്തുന്ന, ഇവരെ ഒതുക്കിക്കളയുന്ന യാതൊരു ബന്ധം അവർക്കുണ്ടാകരുത്. ഇവരെ ചതിക്കുന്ന ബന്ധങ്ങൾ ഒരിക്കലും ഇവർക്കുണ്ടാകരുത്. ഇവരോട് കൂടെ അങ്ങ് ഇരിക്കണമേ. നല്ല ബന്ധങ്ങളുമായി കണക്ട് ചെയ്യിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇതൊക്കെ ഒരു പ്രധാന പ്രാർത്ഥന വിഷയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എവിടെ പോയാലും കർത്താവെ, നല്ല ബന്ധങ്ങൾ. നിങ്ങളുടെ സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ ചെല്ലുമ്പോൾ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം, നേഴ്സുമാരായിട്ട് എവിടെ പോയാലും നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നിങ്ങളും ജ്ഞാനവും വിവേകവും ഉള്ളവരായിരിക്കണം. അതിനായി കർത്താവ് കൃപ തരട്ടെ.
നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. എല്ലാ നാവും വാഴ്ത്തി പാടും ആരാധ്യനാം യേശുവേ. എല്ലാ നാവും വാഴ്ത്തി പാടും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിഴത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിഴത്താൽ വീണ്ടെടുത്തു. ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. ഉയർത്തെന്നും, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യേശുവേ. യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിഴത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനിഴത്താൽ വീണ്ടെടുത്തു.
സ്തുതി